ത്തെ പറ്റിയാണ്. സെറിബെല്ലം എന്ന് പറയുമ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ ആണ്. ബ്രെയിൻ്റെ സെക്കൻഡ് ലാർജസ്റ്റ് പോർഷൻ ആണ്. ബാലൻസ്, കോർഡിനേഷൻ, പോസ്ചർ ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഫംഗ്ഷൻ ആയിട്ടുള്ളത്. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് ടേംഡ് ആസ് ആൽക്കഹോളിക് അഡിക്റ്റ്? ആൽക്കഹോളിക് അഡിക്റ്റ് എന്നറിയപ്പെടുന്ന ബ്രെയിൻ്റെ പോർഷൻ ഏതാണ്? നമ്മുടെ ശരീരത്തിലേക്ക് ആൽക്കഹോൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, അത് ബ്രെയിനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പല പോർഷൻസ് ഉണ്ടെങ്കിലും സെറിബെല്ലം എന്ന് പറയുന്ന പോർഷൻ അവനെ ആദ്യം തന്നെ പിടിച്ചെടുക്കും. ഭയങ്കര ഇഷ്ടവാശാനും. അതോടുകൂടി അയാളുടെ ബാലൻസ് നഷ്ടപ്പെടും. അയാൾ വേച്ച് നടന്നു പോകുന്നത് നമുക്ക് കാണാം. പിടിയോ? അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് ഇതിന് ഇത്രമാത്രം സിഗ്നിഫിക്കൻസ് വന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ പറഞ്ഞ ബ്രെയിൻ സ്റ്റം, CPM-നകത്ത് സി എടുത്ത് കളയൂ. പിന്നെ എന്തൊക്കെയുണ്ട്? മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് മെഡുല. അതാണ് ബ്രെയിൻ സ്റ്റം. ദെൻ മിഡ് ബ്രെയിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സെറിബെല്ലം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് മോട്ടോർ കോർഡിനേഷൻ, മസിൽ മൂവ്മെന്റ് കോർഡിനേഷൻ നടത്തുക എന്നുള്ളതാണ് മിഡ് ബ്രെയിൻ ചെയ്യുന്നത്. സെറിബെല്ലത്തെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക എന്ന് പറയുന്ന റോളാണ് മിഡ് ബ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത പോൺസ്, മെഡുല. റെസ്പിറേറ്ററി സെന്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എവിടാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നോ ഡൗട്ട് അത് മെഡുല ഒബ്ലോങ്കേറ്റ. പക്ഷെ മെഡുല ഉറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് നീ റെസ്പിറേറ്ററി റേറ്റ് വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തോണോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചേച്ച് പോകുന്നത് പോൺസിനെയാണ്. നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് പോൺസാണ്. ആവശ്യമുള്ളപ്പോൾ കൂട്ടാനും അല്ലാത്ത സമയത്ത് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് പോൺസാണ്. റെസ്പിറേറ്ററി റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പല ആൾക്കാരും മെഡുല എന്ന് എഴുതി വെച്ചു. അല്ല, അത് പോൺസ്. ബ്രെയിൻ സ്റ്റെമ്മിന്റെ പാർട്ടാണ്, ഹൈൻഡ് ബ്രെയിൻ്റെ പാർട്ടാണ്. ഇനി നമുക്ക് മെഡുല ഒബ്ലോങ്കേറ്റയെ പറ്റി അറിയണം. മെഡുലയെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ ഏറ്റവും വൈറ്റൽ സെൻറ്റേഴ്സ്, ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, അതേപോലെ തന്നെ BP, ഡൈജഷൻ, സോളോയിങ്, കഫിങ്, വൊമിറ്റിംഗ് സെൻറ്റർ, ഇതെല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന മെഡുല ഒബ്ലോങ്കേറ്റ. ഇപ്പോൾ ഹാർട്ട് റേറ്റ് നിയന്ത്രിക്കുക, അതേപോലെ തന്നെ റെസ്പിറേഷൻ കൺട്രോൾ ചെയ്യുക, BP കൺട്രോൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റൽ സയൻസിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്ന മെഡുല ഒബ്ലോങ്കേറ്റ ആണെന്ന് പറയുന്നു അല്ലേ? വൈറ്റൽ സയൻസിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ടെമ്പറേച്ചർ ഒഴികെ നമ്മൾ എപ്പോഴും പരീക്ഷയ്ക്ക് കാണുന്ന ഒരു സംഭവമാണ് ടെമ്പറേച്ചർ റെഗുലേഷനും നടത്തുന്നത് താഴെ പറയുന്ന ഏത് പോർഷനാണ്? എല്ലാവർക്കും അറിയാം, ഹൈപ്പോതലാമസ് ആണ്. നമ്മുടെ വൈറ്റൽ സയൻസിനെ കൺട്രോൾ ചെയ്യുന്നു എക്സെപ്റ്റ് ടെമ്പറേച്ചർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് പറയേണ്ടത് മെഡുല ഒബ്ലോങ്കേറ്റ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്, മെഡുല ഒബ്ലോങ്കേറ്റയ്ക്ക് ഡൈജഷൻ, സോളോയിങ്, കഫിങ്, അതേപോലെ തന്നെ വോമിറ്റിംഗ് സെന്റർ, ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി അതിനകത്തുള്ളതാണ്. അതിനകത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വോമിറ്റിംഗ് സെന്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? വോമിറ്റിംഗ് സെന്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മെഡുല ഒബ്ലോങ്കേറ്റയിൽ തന്നെയാണ്. നിങ്ങൾക്കറിയാതെ ഈ കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ യാത്ര പോകുന്ന സമയത്ത് ആദ്യഘട്ടത്തിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 വയസ്സ് 7 വയസ്സ് വരെയുള്ള പ്രായത്തിൽ ഇവർ യാത്ര പോകുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് വൊമിറ്റ് ചെയ്യും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡുല അവരുടെ കേസിൽ ഫിക്സ് ആകത്തില്ല. അതൊന്ന് മൂവ് ചെയ്തായിരിക്കും ഇരിക്കും. അപ്പോൾ വണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് മെഡുലയ്ക്ക് ഓവർ ഇറിറ്റേഷൻ ആവും. സ്വാഭാവികമായിട്ടും വൊമിറ്റിംഗ് സെന്റർ സ്റ്റിമുലേറ്റ് ആവും. ഇത് ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ പറയും പ്രായമൊക്കെ ആയി ഏകദേശം 10, 12, 13 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പ്രശ്നം പതുക്കെ പരിഹരിക്കപ്പെടും. കാരണം മെഡുല ആ സമയമാകുമ്പോഴത്തേക്ക് ഗ്രോത്ത് കംപ്ലീറ്റ് ആയിട്ട് ഫിക്സ് ആവും. പിടിക്കോ? കാര്യം മനസ്സിലായോ? ഓക്കെ. ഈ മെഡുലയ്ക്ക് വേറൊരു റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിനെയും ഉണരുന്നതിനെയും നിയന്ത്രിക്കുക എന്ന് പറയുന്ന ഒരു റോൾ കൂടി മെഡുലയ്ക്കുണ്ട്.
പിന്നീട് നമുക്കത് എവിടെയെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഉറക്കത്തിനെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഉറക്കത്തിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിനകത്തും മെഡിലയ്ക്ക് റോളുണ്ട് എന്ന് മാത്രം ഓർക്കുക. ഇപ്പം മെഡിലയായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു സംഭവമാണെങ്കിലും ഞാൻ പറഞ്ഞ മൈലൻസെഫലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈൻ ബ്രെയിൻ്റെ അതേപോലെ വോമിറ്റിംഗ് സെന്റർ, സ്ലീപ്പ് വേക്ക് സൈക്കിൾ, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നതിന് മെഡിലയ്ക്ക് റോളുണ്ട്.